Hello everyone, welcome back to Vigivale 2.0 +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം മാർച്ച് 7 അല്ല മാർച്ച് 7-ാം തീയതി നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാം ആണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സാമിന് വേണ്ടിയിട്ട് വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ വൈസ് ഉള്ള ഷുവർ ടോപ്പിക്സുകളാണ്. ഓരോ പാഠങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോൾ ഓരോ പാഠത്തിൽ നിന്നും ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം. അത്യാവശ്യം നന്നായി ടോപ്പിക്സ് മിക്സ് എടുത്തിട്ടുണ്ട് ഒരു പാഠത്തിൽ നിന്ന്. ഓരോ പാഠത്തിൽ നിന്നും ഒരുപാട് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമുക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിക്കാൻ കുറച്ച് പഠിച്ചാൽ മതി, നല്ല മാർക്ക് കിട്ടാം. അതായത് എക്സ്പ്ലനേഷൻ ഓവറായി കൊടുക്കുക ഒന്നും വേണ്ട. അപ്പോൾ 2-3 പ്രോഗ്രാംസും പഠിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻസും പഠിച്ചു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നമുക്ക് സെറ്റാണ്. ഓക്കെ, ദെൻ നമുക്കിപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും, നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. 500 രൂപയ്ക്ക് നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റും, അതായത് മോഡൽ എക്സാമിന് ശേഷമാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഇനിയും പ്രോപ്പറായിട്ട് ഒരാളും പഠിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ 500 റുപ്പീസിന് ഓൾ സബ്ജക്റ്റിൻ്റെ ചാപ്റ്റർ വൈസ് റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. പോരാതെ മോഡൽ എക്സാമിന് ശേഷമുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ, സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ മോഡൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ക്ലാസ്, അതുപോലെ ഓരോ സബ്ജക്റ്റിൽ നിന്നും ഷുവറായി ചോദിക്കുന്ന ഓരോ ക്ലാസ് വെച്ച് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെയിലി 4-3 വിഷയങ്ങൾ ക്ലാസ് ഉണ്ടായിരിക്കും. മാർച്ച് 2-ാം തീയതി വരെയാണ് ക്ലാസ് ഉള്ളത്. ആ ലാസ്റ്റ് പറയുന്ന ടോപ്പിക്സുകൾ പഠിച്ചാലും മതി. ആ ടോപ്പിക്സുകളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് കഴിഞ്ഞ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകളായിട്ട് റെക്കോർഡായിട്ടും കിട്ടുന്നത് കൊണ്ട് അതും ഇതും കൂടി നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാം. നിങ്ങൾക്കത് ഫൈനൽ എക്സാം വരെ യൂസ്ഡ് ആണ്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് എല്ലാം പഠിക്കുന്നതല്ല മിസ് പറഞ്ഞത്. ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിൻ്റെ ആ ഒരു ഗ്യാപ്പുകളിൽ നിങ്ങൾക്ക് കൂടുതൽ പഠിക്കാനും സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ലിങ്ക് എടുത്ത് നോക്കി ക്ലാസ്സുകൾ കാണാനും നിങ്ങൾക്ക് പറ്റും. ഓക്കെ, വേണം ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ മിസ്സിൻ്റെ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് കിട്ടി പുതിയൊരു ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് പകരം മിസ് ബാക്കിൽ നിന്നാണ് ഇപ്രാവശ്യം പോർഷൻസ് ചെയ്തിരിക്കുന്നത്. അതായത് 8 ലാസ്റ്റ് പാഠം, ചാപ്റ്റർ 11 ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ICT എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്നാണ് ഫസ്റ്റ് എടുത്തിരിക്കുന്നത്. അതായത് ബാക്ക് സൈഡിൽ നിന്ന് പഠിച്ചിട്ട് വരിക. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് തന്നെ എല്ലാം പഠിക്കുമ്പോൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് C++ ഒക്കെയാണ്. അപ്പോൾ ബാക്ക് പോർഷനിൽ നിന്നാണ് മിസ് ഇപ്രാവശ്യം ടോപ്പിക്സുകൾ എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് പാഠത്തിൽ നിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നോക്കാം. ഫസ്റ്റ് വൺ, ICT ഇൻ ബിസിനസ് ആപ്ലിക്കേഷൻ. അതായത് നമ്മൾ ബിസിനസ് ആപ്ലിക്കേഷനെ ഇവിടെ പഠിക്കുക. ഈ പാഠം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് ബിസിനസ്സിലേക്ക്, അതായത് എങ്ങനെയൊക്കെയാണ് നമ്മളെ കമ്പ്യൂട്ടർ ഓരോ ഏരിയയിൽ യൂസ് ചെയ്യുന്നതാണ് പഠിക്കുന്നത്. അപ്പോൾ ബിസിനസ്സിൽ എങ്ങനെയാണ് നമ്മൾ ഈ പാഠം അപ്ലൈ ചെയ്തിരിക്കുന്നത്, ഏതെങ്കിലും എനി ബിസിനസ് ആപ്ലിക്കേഷൻസ് അതിൽ നമുക്ക് ഇവിടെ പറയാനായിട്ട് പറ്റുക RFID ഒക്കെയാണ്. അതായത് ട്രാക്ക് ചെയ്യാൻ, നമുക്ക് എന്തെങ്കിലും ചരക്കുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്യുക, അതിനൊക്കെയാണ് ബിസിനസ്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബിസിനസ് ഇൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും 2 നോക്കിയാൽ മതി കേട്ടോ. ഇഷ്ടമുള്ള ഒരു 2 നോക്കാം. അത് കഴിഞ്ഞാൽ IPR, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓക്കെ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്താണ്? അതൊക്കെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. IPR എന്താണ്? അതിലേതെങ്കിലും 2 IPRൻ്റെ ടേമുകൾ എഴുതി വയ്ക്കാം. പാറ്റൻറ്റോ ട്രേഡ് മാർക്കോ എന്ത് വേണമെങ്കിലും അതിൽ എഴുതാം കേട്ടോ. ദെൻ ഇൻഫ്രിഞ്ച്മെൻറ്റ്, എന്താണ് ഇൻഫ്രിഞ്ച്മെൻറ്റ്? നമുക്ക് ഒരു ടേം തന്നിട്ട് എക്സ്പ്ലെയിൻ ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്നാണ് പറയാം. അപ്പോൾ ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? അതായത് അൺഓതറൈസ് ആയിട്ട് നമ്മൾ ബാക്കിയുള്ളവരുടെ പ്രോപ്പർട്ടി റൈറ്റുകളൊക്കെ യൂസ് ചെയ്യാം, IPR ഒക്കെ യൂസ് ചെയ്യാനാണ് നമ്മൾ ഇൻഫ്രിഞ്ച്മെൻറ്റ്, പ്രോപ്പർട്ടി ഇൻഫ്രിഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ ഇൻഫ്രിഞ്ച്മെൻറ്റ് പോലെ 2-3 ടോപ്പിക്ക് ഞാൻ പഠിക്കണം. വാട്ട് യു മീൻ ബൈ ഇൻഫോമേനിയ, സൈബർ ഫോറൻസിക്സ് എന്നൊക്കെ വെച്ചാൽ എന്താണ്? ഇൻഫോമേനിയ എന്ന് വെച്ചാൽ എക്സസീവായിട്ട് നമ്മൾ ഇൻഫോർമേഷൻ കിട്ടാൻ വേണ്ടി ഇങ്ങനെ നടക്കാം. സൈബർ ഫോറൻസിക്സ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് എന്താ പറയുക, ലോലൊക്കെ നമുക്ക് യൂസ് ചെയ്യുന്നതാണ്. സൈബർ ഫോറൻസിക്സ് ഒക്കെ വന്നിട്ട് കളക്ട് ചെയ്യുക, കമ്പ്യൂട്ടർ സിസ്റ്റംസ് നെറ്റ്വർക്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും തെളിവുകളൊക്കെ എടുക്കില്ലേ. അപ്പോൾ ആ 2 ടേമുകൾ ഈ ഇൻഫ്രിഞ്ച്മെൻറ്റ് കൂടെ പഠിക്കാം. പിന്നെ ഏതെങ്കിലും കുറച്ച് സൈബർ ക്രൈംസ് എഗെയിൻസ്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് ഗവൺമെൻറ്റിനോട് എതിരെയുള്ള കുറച്ച് സൈബർ ക്രൈംസുകളും ടെററിസം, ഡിഫേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുക, അറ്റാക്ക് ചെയ്യുക. ഇൻഡിവിജ്വലിനെതിരെ നമുക്കറിയാം ഐഡൻറ്റിറ്റി തെഫ്റ്റ്, സ്പൂഫിങ്, സ്പാമിങ്, അങ്ങനെ കുറേ ക്രൈമുകൾ ഇപ്പം ഉണ്ട്. അപ്പോൾ അതൊക്കെ പഠിക്കുക, 2-3 വെച്ച് പഠിക്കുക. പിന്നെ ഇത് കണ്ടില്ലേ മിസ് ചെയ്തിരിക്കുന്നത് GPS, MMS, SMS, GPR, SIM, Edge, RFID, ഇതൊക്കെ എന്താണെന്നറിയോ? ഇതിൻ്റെ ഒക്കെ എക്സ്പാൻഡ് പോർഷനാണ് പഠിക്കേണ്ടത്. അതായത് എക്സ്പാൻഡ് ചെയ്യുക,
അതായത് GPS എന്ന് വെച്ചാൽ ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാഠത്തിൽ ഒരുപാട് എക്സ്പാൻഡ് അപ്ലിക്കേഷൻസ് ഉണ്ട്, അതൊക്കെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഷോർട്ട് നോട്ട് ഓൺ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. GPS കുറിച്ചിട്ടും ഷോർട്ട് നോട്ട് എഴുതാൻ വരാറുണ്ട്, ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടും നമുക്ക് എഴുതാനായിട്ട് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ഷുവർ ടോപ്പിക്സ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കാണാം. ദെൻ നെക്സ്റ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് ചാപ്റ്റർ 10 ERP പാക്കേജസ്, അതായത് ഇൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ നമ്മൾ ERP എന്താണെന്ന് ആദ്യം അതിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്സ്, ERPയുടെ പാക്കേജ്, ഇത് മൊത്തം 3 മാർക്കിന് സെപ്പറേറ്റ് ചോദിക്കാം. ERPയുടെ ഏതെങ്കിലും ഫങ്ഷണൽ യൂണിറ്റ്സ് ചെയ്താ അപ്പോൾ 3 മാർക്ക്, ERPയുടെ ഏതെങ്കിലും പാക്കേജസ് ഒറാക്കിളോ സാപ്പോട്ടോ ടാലി ERP9 ഏതെങ്കിലും എഴുതുക. അതുപോലെ തന്നെ ബെനിഫിറ്റ്സ് ഓഫ് ERP പാക്കേജസ്, അതായത് എന്തൊക്കെയായാലും ഗുണങ്ങൾ, റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാനും കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതാം. ദെൻ ഇതിൻ്റെ കുറച്ച് ടെക്നോളജീസ് റിലേറ്റഡ് ടു ERP എന്ന് പറഞ്ഞിട്ട് കുറച്ചുണ്ട്, CRM, SRM, SCM എന്നൊക്കെ പറഞ്ഞിട്ട് അത് പഠിക്കുക, ഫുൾ ഫോം പഠിക്കാം. SCM എന്താണെന്നും MIS എന്താണെന്നും ചോദിക്കും. എക്സ്പാൻഡ് മാത്രമല്ല, സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ MIS മാനേജ്മെൻറ്റ് ഇൻഫോർമേഷൻ സിസ്റ്റം എന്താണ്, ഇതിൻ്റെയൊക്കെ ഷോർട്ട് നോട്ടാണ് ചോദിക്കാറ്. 2 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് ERPയുടെ പാർട്ടിൽ നിന്ന് പഠിക്കാം. നെക്സ്റ്റ് ചാപ്റ്റർ SQL ആണ്. SQLൻ്റെ ഫുൾ ഫോം അറിയണം. സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ് ആണ്. പിന്നെ SQLൻ്റെ കമാൻഡ്സുകൾ, കമ്പോണൻസ് ഓഫ് SQL, DDL, DML, DCL എന്ന് പറഞ്ഞിട്ടുള്ള കമ്പോണൻസ്, ഡാറ്റ ടൈപ്സ് ഇൻ SQL നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പുകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ നമുക്ക് 2 മാർക്ക് 3 മാർക്കിലൊക്കെയാണ് കേട്ടോ ചോദിക്കാറ്. അപ്പോൾ എല്ലാം 3 മാർക്ക് 5 മാർക്കായ മിസ് പറയാം ഏതൊക്കെയാണ് 5 മാർക്കിന് വരിക. അപ്പോൾ കമ്പോണൻസ് നമുക്ക് 3 മാർക്കിന് ചോദിക്കും. ഓരോ കമ്പോണൻസിൽ കമൻറ്റുകളുണ്ട്, അതും പഠിക്കണേ. പിന്നെ ചാറും വാർച്ചാറും തമ്മിലുള്ള ഡിഫറൻസ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. ചാർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിക്സ്ഡ് ലെങ്ത് ആയിരിക്കും, വാർച്ചാർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ ലെങ്ത് ആണ്. ഒരൊറ്റ സെൻറ്റൻസ് അങ്ങനെ പഠിച്ചാൽ 2 മാർക്കാണ്, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ദെൻ SQLൻ്റെ കോൺസ്ട്രെയിൻസ്, അത് 5 മാർക്കിന് ചോദിക്കാറുണ്ട്. നോട്ട്, ഓട്ടോ ഇൻക്രിമെൻറ്റ്, യൂണീക്ക്, പ്രൈമറി, ക്യാൻഡ്, ഡീഫോൾട്ട് എന്നൊക്കെ പറഞ്ഞാൽ അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഓരോ സെൻറ്റൻസ് മതിയാവും. നോട്ട് നൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കോളം ക്യാൻ ഹാവ് നെവർ നൾ വാല്യൂസ്, അപ്പോൾ നോട്ട് നൾ, അപ്പോൾ അത് കഴിഞ്ഞു. അടുത്തത് ഓട്ടോ ഇൻക്രിമെന്റ് എന്ന് വെച്ചാൽ ഇഫ് നോ വാല്യൂ സ്പെസിഫൈഡ് ദ കോളം വിത്ത് ഓട്ടോ ഇൻക്രിമെന്റ് ആയിട്ട് വരും. MySQL സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക് ആയിട്ട് വരും, അതാണ് ഓട്ടോ ഇൻക്രിമെന്റ്. അങ്ങനെ നിങ്ങൾ പഠിച്ചിരിക്കാം. ഓക്കെ. ദെൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് ഇൻ SQL യൂസ് ചെയ്യുന്ന കുറച്ച് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ്, സമ്മ്, ആവറേജ്, ഇതൊക്കെ 3 മാർക്കിനാണ് കേട്ടോ ചോദിക്കാറ്. സമ്മ് കാണാനേ, ആവറേജ് കാണാനേ, മിനിമം കാണാനേ, മാക്സിമം കാണാനേ, കൗണ്ട്, ഇതൊക്കെയാണ് അതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ. ഇനി നെക്സ്റ്റ് അടുത്തതായിട്ട് നമ്മൾക്ക് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു പാഠത്തിൽ നിന്ന് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഡിലീറ്റും ഡ്രോപ്പും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണെന്നുള്ളത്. അപ്പം ഡിലീറ്റ് എന്ന് പറഞ്ഞാൽ റോകൾ ഡിലീറ്റ് ചെയ്യാനാണ്, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ടേബിൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യാനാണ്. അപ്പോൾ 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിഫറൻറ്റ്. ഇനി എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ അത് 3 മാർക്കിലേക്ക് പോകും. അപ്പോൾ 1.5 ഇതിനും 1.5 ഇതിനും പോകും. ഇപ്പോൾ ഡിലീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലീറ്റ് കമൻറ്റ് ഈസ് യൂസ് ടു ഡിലീറ്റ് ടുപ്പിൾസ് ഫ്രം എ ടേബിൾ, ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ്. കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രോപ്പ് എ ടേബിളാണ്, ഡ്രോപ്പ്, അതായത് ഡ്രോപ്പ് കമൻറ്റ് എന്ന് വെച്ചാൽ ഡിലീറ്റ് ടേബിൾ ഫ്രം ഡാറ്റാബേസ്, ടേബിൾ കംപ്ലീറ്റ് കളയാൻ. ദെൻ SQLൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ വിത്ത് ടേബിൾ പ്രോഗ്രാം, അതായത് ഒരു ടേബിൾ നമുക്ക് തരും, ഇത് നമുക്ക് ചോദിക്കാം, 5 മാർക്കിന് ചോദിക്കാനായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതെങ്ങനെ ചോദിക്കാമെന്ന് മിസ് പറഞ്ഞാണ്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഈ ക്വസ്റ്റ്യൻ എങ്ങനെ വരാമെന്ന്. അതായത് നമുക്ക് ഒരു ടേബിൾ തരും, ഏതെങ്കിലും ഒരു 3-4 കണ്ടൻ്റ് ആയിട്ട്, ഇപ്പോൾ അത് അഡ്മിഷൻ നമ്പർ, നെയിം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ടേബിൾ തരും. ഇതിൽ വാല്യൂസും ഉണ്ടാവും കേട്ടോ. ഈ ടേബിൾ തന്നു കഴിഞ്ഞിട്ട് നമ്മളോട് ഒന്നാമത്തെ ഇപ്പോൾ A ക്വസ്റ്റ്യൻ നമ്മളോട് പറയുകയാണ്, ടു ഡിസ്പ്ലേ ഓൾ ഐറ്റംസ് ഇൻ ടേബിൾ. ഈ ടേബിളിലെ എല്ലാ ഐറ്റംസും ഡിസ്പ്ലേ ചെയ്യണമെങ്കിലുള്ള പ്രോഗ്രാം ഏതാ? അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ചെയ്യാതെ ഏതാ? സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ്, ഇപ്പോൾ ഈ ടേബിളിന് ഒരു നെയിം ഉണ്ടാവും, സ്റ്റുഡൻറ്റ് എന്നാണ് ഭൂരിഭാഗം നിങ്ങൾ ടെക്സ്റ്റിൽ നോക്കാം. സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ. അപ്പോൾ എല്ലാ ടേബിളിലെ കണ്ടൻറ്റും നമുക്ക് കാണാൻ പറ്റും. അതേപോലെ നമ്മളോട് ഇപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ, ടു റിമൂവ് ദ കോളം, അതായത് ഇതിൽ നിന്നൊരു കോളം റിമൂവ് ചെയ്യാനായിട്ട്, അപ്പം നമ്മൾ റിമൂവ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഓൾട്ടറാണ്. അപ്പോൾ ഓൾട്ടർ ടേബിൾ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഡ്രോപ്പിൽ യൂസ് ചെയ്യുന്ന റിമൂവ് ചെയ്യാൻ ഡ്രോപ്പ്. അങ്ങനെ ഓരോ ABC എന്ന് പറഞ്ഞിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ പ്രോഗ്രാമുകൾ എങ്ങനെ എഴുതാനേ വരുള്ളൂ.
അപ്പോൾ ഓരോ കമൻറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയണം. അപ്പോൾ ഇതൊരു 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കിടക്കാം. DBMS നമുക്ക് അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. മാത്രമല്ല ഇപ്പോൾ ഈ പറഞ്ഞ ലാസ്റ്റത്തെ 4 പാഠം തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ജയിക്കാനുള്ള മാർക്ക് വാങ്ങാൻ പറ്റുന്ന പാഠങ്ങളാണ്. അപ്പം നമുക്ക് ഈ പാഠത്തിൽ നോക്കിയാൽ DBMS എന്ന് പറഞ്ഞ പാഠത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് എടുക്കുന്നുണ്ട് കേട്ടോ. 3 മാർക്ക്, കാരണം 5 മാർക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾ 3 മാർക്കുകൾ പഠിക്കുക. DBMS എന്താണ്, അഡ്വാൻറ്റേജസ് എന്താണ്, ഇത്തവണ 5 മാർക്കിനാണ് ചോദിച്ചിട്ടുണ്ടാകുന്ന മോഡൽ എക്സാമിന് ഷുവറായിട്ട് പഠിക്കാം. DBMS സെറ്റ് ഓഫ് പ്രോഗ്രാം ആണ്. സ്റ്റോറേജ് ചെയ്യാനും റിട്രീവ് ചെയ്യാനും മാനേജ്മെൻറ്റ് ചെയ്യാനൊക്കെ ആറിനെ ഡാറ്റാബേസ് സ്റ്റോറേജ് ചെയ്യുക, റിട്രീവ് ചെയ്യുക, മാനേജ് ചെയ്യുക. അഡ്വാൻറ്റേജസ് നമുക്കറിയാം, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു, ഡാറ്റ കൺസിസ്റ്റൻ്റ് ആണ്, ഷെയർ ചെയ്യാൻ പറ്റുന്നു, റിക്കവർ ചെയ്യാൻ പറ്റുന്നു, ഡാറ്റ ക്രാഷ് റിക്കവറി, സെക്യൂരിറ്റി ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്വാൻറ്റേജസ്. കമ്പോണൻസ് ഓഫ് DBMS പഠിക്കണം 3 മാർക്കിന്. കമ്പോണൻസ് ഓഫ് DBMS അതായത് ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, ഡാറ്റ, യൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പോണൻ്റ്. ഡാറ്റ അബ്സ്ട്രാക്ഷനും അതിൻ്റെ 3 ലെവലും, ഡാറ്റ ഇൻഡിപെൻഡൻസും അതിൻ്റെ 2 ലെവലും നമ്മൾ പഠിക്കാം. അതായത് ഡാറ്റ അബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവൽ, വ്യൂ ലെവൽ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റ അബ്സ്ട്രാക്ഷൻ്റെ 3 ലെവലുണ്ട്. ഇങ്ങനെ ഉണ്ട്, ഫിസിക്കൽ ലെവൽ, ലോജിക്കൽ ലെവലിൻ്റെ 3 ലെവലുകളുണ്ട്. ഡാറ്റ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്യാനും വിത്തൗട്ട് എഫക്റ്റിംഗ് ഡെഫിനിഷൻ, അതായത് ഒരു അടുത്ത ലെവലിനെ എഫക്റ്റ് ചെയ്യാതെ താഴത്തെ ലെവൽ എങ്ങനെ മോഡിഫൈ ചെയ്യുന്നു, അതാണ് ഡാറ്റ ഇൻഡിപെൻഡൻസ്. അത് ഫിസിക്കൽ ലെവലും എന്താ പറയുക ലോജിക്കൽ ലെവലും ആണെന്ന് തോന്നുന്നു. ഫിസിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസും ഉണ്ട്, അതുപോലെ തന്നെ ലോജിക്കൽ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 2 അതെ, യെസ്, 2 അങ്ങനെയാണ്. ദെൻ യൂസേഴ്സ് ഇൻ DBMS നമുക്ക് 3 മാർക്കിന് ചിലപ്പോൾ 1-2 യൂസേഴ്സിൻ്റെ പേര് അവർ തരും. യൂസേഴ്സ് ചോദിച്ചില്ലെങ്കിലും DBA എന്താണ്, അപ്പോൾ നമുക്കറിയണം ഇതൊരു യൂസറാണ്, ഡാറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ. നെയിം യൂസർ എന്താണ്, അപ്പോൾ ഇതൊക്കെ ഓരോ യൂസറാണ്. എല്ലാതും എന്താണെന്നൊരു 1 സെൻറ്റൻസോ 2 സെൻറ്റൻസ് മതി. ഓക്കെ, ദെൻ RDBMSൻ്റെ ടെർമിനോളജീസ് പഠിക്കുക. ടെർമിനോളജീസ് എന്ന് പറയുമ്പോൾ 8 ഉണ്ട്. ടുപ്പിൾസ്, അതായത് റോസിന് പറയുന്നതാണ് ടുപ്പിൾസ്. കാർഡിനാലിറ്റി, നമ്പർ ഓഫ് റോസ് ടുപ്പിൾസ് ആണ്. സ്കീമ, അതുപോലെ തന്നെ ആട്രിബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ടെർമിനോളജീസ് എന്ന് പറഞ്ഞാൽ ഒരു 6 എണ്ണം തോന്നുന്നു. ഒരു 5 എണ്ണെങ്കിലും പഠിച്ചു വയ്ക്കുക, ഒരു 5 ടെർമിനോൾസ് പഠിച്ചു വയ്ക്കുക. ദെൻ കീസ് ഇൻ RDBMS പ്രൈമറി കീ ഉണ്ട്, ഓൾട്ടർനേറ്റ് കീ ഉണ്ട്, ഫോറിൻ കീ ഉണ്ട്. ഇതൊക്കെ എന്താണെന്ന് ഒരു സെൻറ്റൻസ് അറിയാം. റിലേഷണൽ ആൾജിബ്രയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്, സെലക്ട് ഓപ്പറേറ്റേഴ്സ്, പ്രൊജക്റ്റ് ഓപ്പറേറ്റർ, യൂണിയന്, ഇൻ്റർസെക്ഷന്, സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ ഉണ്ട്. ഓരോ ഓപ്പറേറ്ററും ഓരോന്നും എന്തിന്, സെലക്ട് ഓപ്പറേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഗിവൺ കണ്ടീഷനിലുള്ള വാല്യൂസ് ഇവിടെ എടുത്തു തരാൻ. അതുപോലെ തന്നെ പ്രൊജക്റ്റ് ഓപ്പറേറ്റർ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സർട്ടൻ ആട്രിബ്യൂട്ട്സ് സെലക്ട് ചെയ്യാം. യൂണിയൻ ഓപ്പറേറ്റേഴ്സ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 2 ടുപ്പിൾസിനെ ഒറ്റ ടുപ്പിളായിട്ട് മാറ്റാൻ, ഒറ്റ റിലേഷനായിട്ട് മാറ്റാൻ, ഒരു ടേബിളായിട്ട് മാറ്റാൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞിട്ട് 2ലും ഇല്ലാത്തത് എടുക്കാൻ. സെറ്റ് ഡിഫറൻസ്, കാർട്ടീഷ്യൻ വെച്ചാൽ ക്ലബ് ചെയ്ത് വലിയൊരു ഡാറ്റയാക്കാൻ. അതിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എന്താണ് സെപ്പറേറ്റ് ചോദിക്കാറുണ്ട്. 2 മാർക്കിന് അത് പഠിച്ചിരിക്കാം. ഓക്കെ, നല്ലപോലെ പഠിക്കേണ്ട പാടാണ് കേട്ടോ. ദെൻ പിന്നീട് നമുക്ക് ചാപ്റ്റർ 9ക്ക് പോവാം. വെബ് ഹോസ്റ്റിംഗ്. ഇവിടെ 3 ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് പഠിക്കാം 3 മാർക്കിന്. ഷെയർഡ്, ഡെഡിക്കേറ്റഡ്, വിർച്വൽ പ്രൈവറ്റ് സെക്ടർ. അതിൽ വിർച്വൽ പ്രൈവറ്റ് VPS ഉണ്ടല്ലോ, അത് നന്നായി നോക്കിക്കോളൂ. സെപ്പറേറ്റ് നമുക്ക് ചോദിക്കാറുണ്ട് വിർച്വൽ ഹോസ്റ്റിംഗ്. ഓക്കെ, വിർച്വൽ പ്രൈവറ്റ് സെക്ടർ എന്ന് പറഞ്ഞുള്ള ആ വിർച്വൽ പ്രൈവറ്റ് സെർവർ ആണ് കേട്ടോ. ദെൻ FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ, അതിന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, അതായത് ക്യൂട്ട് FTP, സ്മാർട്ട് FTP, ഏതെങ്കിലും എക്സാമ്പിളുകൾ 3 മാർക്കിൻ്റെ കണ്ടന്റ് പഠിക്കാം. SFTP എന്താണെന്ന് നോക്കുക. അതായത് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയറിൽ നമുക്ക് സെക്യൂർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് SFTP. അവിടെ ഒരു ഷെല്ല് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് യൂസർ നെയിം പാസ്വേഡൊക്കെ ആയിട്ട് സെക്യൂർ ചെയ്യുക കേട്ടോ. ഫ്രീ വെബ് ഹോസ്റ്റിംഗ് എന്താണെന്ന് പഠിക്കണം. നമുക്ക് ഫ്രീ വെബ് ഹോസ്റ്റിംഗ് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരുപാട് എന്താ പറയുക 2 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ്. ഫ്രീ വെബ് ഹോസ്റ്റിംഗ് എന്താണെന്നുള്ളത് പഠിക്കാം. അതുപോലെ CMS എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കുക. CMS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം ആണ് പറയുന്നത്. അപ്പോൾ കണ്ടന്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജസ് പഠിക്കുക. അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രീ ഹോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്, സർവീസ് ചാർജ് ഒന്നും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെർവറിൽ സ്പേസ് കിട്ടാം. CMS എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, നമുക്കൊന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല, വെബ് പേജ് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ പോലും ഈ CMS സോഫ്റ്റ്വെയർ യൂസ് ചെയ്തിട്ട് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം.
അതിൽ അഡ്മിനിസ്ട്രേഷൻ നടത്താം, അതിന് പബ്ലിഷ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അതാണ് CMS. അതിൻ്റെ അഡ്വാൻറ്റേജസ് തന്നെയാണ്. എക്സാമ്പിൾ നോക്കാം, വേർഡ് പ്രസ്, ട്രൂപ്പൽ ആൻഡ് ജൂമിലൊക്കെയാണ് CMSൻ്റെ എക്സാമ്പിൾ. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ കിട്ടുന്നതാണ്. നമുക്ക് അറിയില്ല എങ്കിൽ പോലും വിത്തൗട്ട് എനി ടെക്നിക്കൽ നോളജ് വി ക്യാൻ ക്രിയേറ്റ് വെബ്സൈറ്റ് അല്ലേ, ഇത് വലിയൊരു കാര്യമാണ്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് സെക്യൂരിറ്റി ഫീച്ചേഴ്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. ദെൻ റെസ്പോൺസീവ് വെബ് ഡിസൈൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ റെസ്പോൺസീവ് വെബ് ഡിസൈൻ അത്രയും ബെറ്റർ ആണെന്ന് പറയുന്നുണ്ട്. ഇതാണ് കാരണം, അതായത് നമ്മളെ കയ്യിലുള്ള ആ ഒരു മൊബൈൽ ഫോണോ ടാബ്ലറ്റോ എന്തോ ആയിക്കോട്ടെ, ആ ഒരു സൈസിലേക്ക് നമുക്ക് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മോണിറ്റർ സൈസിലേക്ക്, നമ്മളെ കയ്യിലുള്ള ആ ഒരു ഡിവൈസിൻ്റെ സൈഡിലേക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് റെസ്പോൺസീവ് വെബ് ഡിസൈൻ എന്ന് നമ്മൾ പറയുന്നത്. കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കില്ലേ, അതേപോലെ അത് പഠിക്കണം കേട്ടോ. നെക്സ്റ്റ് ചാപ്റ്റർ 6 ജാവാസ്ക്രിപ്റ്റിലേക്കാണ് കിടക്കുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്, ജാവാസ്ക്രിപ്റ്റിൽ പഠിക്കേണ്ടത് യൂസ് ഓഫ് സ്ക്രിപ്റ്റ് ടാഗ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലയൻറ്റ് സൈഡ് വെബ്സൈറ്റൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. HTML ഡാറ്റ ടൈപ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റ് 3 മാർക്കിൽ, ഇത് 2 മാർക്കിന് പഠിച്ചാൽ മതി. ജാവാസ്ക്രിപ്റ്റിൽ യൂസ് ചെയ്യുന്ന 3 തരം ഡാറ്റ ടൈപ്സുകൾ ഉണ്ട്. ആ 3 ഡാറ്റ ടൈപ്സുകൾ ഏതാണെന്ന് എഴുതാം. അതിനുശേഷം ഓപ്പറേറ്റേഴ്സ്, ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഇൻ ജാവാസ്ക്രിപ്റ്റ്, ദെൻ എങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് വെബ് പേജിൽ ആഡ് ചെയ്യാം, ഏതൊക്കെ രീതിയിൽ നമുക്ക് സ്ക്രിപ്റ്റ് വെബ് പേജിൽ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതും പഠിക്കാം. ഇതിൽ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡാറ്റ ടൈപ്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യരുത്, നമ്മൾ തെറ്റരുത്. അതായത് ജാവയുടെ ഡാറ്റ ടൈപ്സ്, C++ൻ്റെ ഡാറ്റ ടൈപ്സ്, അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാൻ പാടില്ല. ഇപ്പോൾ ഓപ്പറേറ്റേഴ്സൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. ഓപ്പറേറ്റേഴ്സ് ഇൻ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ്, റിലേഷൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ അവിടെയും വരുന്നുണ്ട്. ഓക്കെ, ദെൻ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ 3 ഡാറ്റ ടൈപ്സ് ആണ് വരിക, നമ്പർ, സ്ട്രിങ്, ബൂളിയൻ. അപ്പോൾ ഇത് ഡാറ്റ ടൈപ്സ് തെറ്റാൻ ചാൻസ് കുറവാണ്. അവിടെ ഇൻറ്റിജറും ഫ്ലോട്ടും ഒക്കെ അല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റാതെ ജാവയത്തെ മാത്രം ഒറ്റയ്ക്ക് പഠിക്കുക. ജാവാസ്ക്രിപ്റ്റ് ഒറ്റയ്ക്ക് ഒരു പാഠമായിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അതിൽ നമുക്ക് ബിൽറ്റ് ഇൻ ഫങ്ഷൻസ് ഒക്കെ നല്ല സുഖമാണ്. ഈ സെപ്പർ, ടൂൾ ഓവർ, ടൂൾ ബേസ് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല സുഖമുള്ള ഇതാണ്. ദെൻ അടുത്ത പാഠം HTMLൻ്റെ പാഠം. അത്യാവശ്യം ടോപ്പിക് റിസീവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ 3 ലിസ്റ്റുകളിൽ HTML, അതായത് ഓർഡർ ലിസ്റ്റ്, ഡെഫിനിഷൻ ലിസ്റ്റ്, അതുപോലെ തന്നെ അൺഓർഡർ ലിസ്റ്റ്, ഓരോ ലിസ്റ്റിൻ്റെയും ടാഗും എന്തിനൊക്കെ അത് യൂസ് ചെയ്യുന്നതെന്നും പഠിക്കാം. ഓക്കെ, പിന്നെ ഇത് വെച്ചിട്ടൊരു പ്രോഗ്രാം നിങ്ങൾക്ക് അറിയാം. ഒരു ലിസ്റ്റ് തന്നു കഴിഞ്ഞാൽ ആ ലിസ്റ്റ് HTML ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ പഠിച്ചിരിക്കുക, ഉറപ്പായിട്ട് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമും നിങ്ങൾ പഠിക്കുക. ടേബിൾ ക്രിയേറ്റ് ചെയ്യാനും ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയി ചോദിക്കുന്നുണ്ട്. 3 മാർക്കിനാണ് ഇത് രണ്ടും ചോദിക്കാറുള്ളത്. സുഖമാണ് കേട്ടോ. ഓക്കെ, ഇനി മിസ് ഈ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ ഇതൊന്നും അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ. നമ്മൾ ചാപ്റ്റർ വൈസ് ക്ലാസ്സുകൾ നമ്മളെടുത്ത ക്ലാസ്സിലെല്ലാം ഇത് അവൈലബിൾ ആണ്. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും മിസ്സിൻ്റെ പോലെ ഹാൻഡ് റിട്ടൺ നോട്ട്സുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ദെൻ പിന്നീട് എന്താണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ടാഗ് യൂസ് ചെയ്തിട്ടാണ് ഹൈപ്പർ ലിങ്ക് കൊടുക്കുക, അത് കൊടുക്കാനുള്ള വഴികളൊക്കെ ഉണ്ട്. അതൊക്കെ പഠിക്കുക. അതായത് നമുക്ക് ഇൻറ്റേർണലി കൊടുക്കാം, അതായത് ഇൻറ്റേർണലി നമുക്ക് കൊടുക്കാം, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ഹൈപ്പർ ലിങ്ക് കൊടുക്കാം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് പഠിക്കാം. പിന്നെ HTML ടേബിൾ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കുക. സെൽ സ്പേസിങ്ങും സെൽസ് പാഡിങ്ങും 2 മാർക്കിനെ ചോദിക്കാറുള്ളൂ, പക്ഷെ അത് പഠിക്കണം. ഫോം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് പഠിക്കുക. അതുപോലെ തന്നെ ഇൻപുട്ട് ടാഗിൻ്റെ ആട്രിബ്യൂട്ടായ ടൈപ്പിൻ്റെ വാല്യൂസ്, മനസ്സിലായോ? അതായത് ഇൻപുട്ട് ടാഗ് ഉണ്ട്, ആ ഇൻപുട്ട് ടാഗിൻ്റെ ഒരു ആട്രിബ്യൂട്ടാണ് ടൈപ്പ് എന്ന് പറഞ്ഞൊരു ആട്രിബ്യൂട്ട്. അപ്പോൾ ആ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ടെക്സ്റ്റ്, ചെക്ക് ബോക്സ്, റീസെറ്റ്, സബ്മിറ്റ്, ഇതൊക്കെ അതിൻ്റെ വാല്യൂസാണ്. ഇനി 4 വാല്യൂസ് 3 വാല്യൂസ് എന്നൊക്കെയാണ് എക്സാമിന് ചോദിക്കുക, അത് പഠിക്കണം. ഫ്രെയിം സെറ്റ് ടാഗ് എന്തിനു യൂസ് ചെയ്യണമെന്ന് പഠിക്കണം. അതുപോലെ ഫോം ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് ഒക്കെ പഠിക്കണം. ഓക്കെ, ഇതൊക്കെ ആ പാഠത്തിൽ നിങ്ങൾ പഠിക്കണം. ഇതൊക്കെ പഠിക്കണം കേട്ടോ. പഠിക്കണം എന്ന് പറഞ്ഞാൽ പഠിച്ചേ പറ്റും. ദെൻ ചാപ്റ്റർ 4ലേക്ക് കിടക്കുകയാണെങ്കിൽ വെബ് ടെക്നോളജിയാണ്. ഇവിടെ 2 ഡിഫറൻസ് എന്തായാലും പഠിക്കാം. 3 മാർക്ക് ഡൈനാമിക് ആൻഡ് സ്റ്റാറ്റിക് വെബ് പേജ് തമ്മിലുള്ള ഡിഫറൻസും, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റും ലാംഗ്വേജസും സെർവർ സൈഡ് സ്ക്രിപ്റ്റും ലാംഗ്വേജസും തമ്മിലുള്ള ഡിഫറൻസും പഠിക്കാം. ഓക്കെ, പിന്നീട് ഏതെങ്കിലും 3 സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ്, അതായത് VB സ്ക്രിപ്റ്റ്, ജാവ സ്ക്രിപ്റ്റ്, ഇതിനൊക്കെ കുറിച്ച് പഠിക്കാം. JSP, ASP, PHP എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ഒരു 3-4 പഠിക്കാം. പിന്നെ എസെൻഷ്യൽ ടാഗ്സ് ഇൻ HTML യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയ എസെൻഷ്യൽ ടാഗുകൾ, ബോഡി, ഹെഡ്, ടൈറ്റിൽ, HTML, ഇതാണ് എസെൻഷ്യൽ ടാഗ്.
ആട്രിബ്യൂട്ട് ഓഫ് ബോഡി ടാഗ് പഠിക്കണം. കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട് ബോഡി ടാഗിനകത്ത് പഠിക്കാം. അതേപോലെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ, ഇതിൽ 5 ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗുകൾ, ബോൾഡ്, ഇറ്റാലിക്, അണ്ടർസ്കോർ എന്നൊക്കെ പറഞ്ഞിട്ട് അത് പഠിക്കാം. മാർക്ക് യു ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്, മാർക്ക് യു ടാഗ് എന്ത് യൂസ് ചെയ്യുന്നു, ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, അതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് IMG ടാഗാണ്. ഇമേജ് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം, മാർക്ക് യു ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഇതൊക്കെ ചാപ്റ്റർ 4 പഠിക്കാം. ഓക്കെ, ദെൻ ചാപ്റ്റർ 3 എന്ന് പറഞ്ഞാൽ C++ലേക്ക് കടന്നു. C++ലേക്ക് കടന്ന മോഡുലർ പ്രോഗ്രാം എന്താണ്, അതിൻ്റെ മെറിറ്റ് എന്താണ്, ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് ഇൻ C++, ആക്ച്വൽ ആൻഡ് ഫോർമൽ പാരാമീറ്റേഴ്സ് എന്താണ്, ആർഗ്യുമെൻറ്റ്സ് എന്താണ്, ഇതൊക്കെ ഇത് 3 മാർക്കിനൊക്കെയാണ് ചോദിക്കാറ്. കോൾ ബൈ വാല്യൂം കോൾ ബൈ റെഫ് നമ്മളുടെ ഡിഫറൻസ്, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്, യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിന് യൂസ് ചെയ്യുന്നു, നമ്മൾ ബിൽറ്റ്-ഇൻ ഫങ്ഷൻസ് പോലെ കേട്ടോ. ദെൻ സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കിടക്കുമ്പോൾ അറേയുടെ പാടാണ്. ഇവിടെ അറേ എന്താണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ, അറേ ട്രാവേഴ്സൽ, ഇതൊക്കെ 2 മാർക്കിനെ ചോദിക്കുള്ളൂ. അറേ ഇനീഷ്യലൈസേഷൻ, ഗെറ്റും പുട്ട്സും എന്താണ്, എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം. ഈ ഫസ്റ്റത്തെ 3 പാഠം നിങ്ങൾ ലാസ്റ്റ് നോക്കിയാൽ മതി, കാരണം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ പഠിച്ചുള്ള പാഠമാണ്. ദെൻ C++, ഫസ്റ്റ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ടോക്കൺസ്, മോഡിഫയേഴ്സ്, അതുപോലെ തന്നെ ഡാറ്റ ടൈപ്സുകൾ. ഓക്കെ, ഡാറ്റ ടൈപ്സ് മിസ്സിൽ എഴുതിയിട്ടില്ല, ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡാറ്റ ടൈപ്സ് ഇൻ C++, നമ്മൾ C++ യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്സുകളും പഠിക്കണം, ഇതൊക്കെ പഠിക്കുക. അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ്, മോഡിഫയേഴ്സ്, ടോക്കൺസ്, ഡാറ്റ ടൈപ്സ്. പിന്നെ ജംപ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾ, കമ്പോണൻസ് ഓഫ് എ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ റൂൾസ്, എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫയേഴ്സിന് പേര് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു ഓർഡറിൽ ഓരോ പാഠം പഠിക്കുക. ബാക്കിൽ നിന്ന് പഠിക്കുകയാണ് മിസ്സിൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ബാക്ക് പോർഷനിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് മിസ്സിൻ്റെ ഹാൻഡ് റിട്ടൺ നോട്ട്സുകളോ അല്ലെങ്കിൽ ക്ലാസ്സുകളോ ഒക്കെ അവൈലബിൾ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ് കിട്ടും. മാർച്ച് 2-ാം തീയതി വരെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ. അതിന് ശേഷം നമുക്ക് എക്സാം ആയില്ലേ. സോ എല്ലാവരും വേണമെന്നുള്ളവർ എത്രയും വേഗം അഡ്മിഷൻ എടുത്തിട്ട് ഓരോ ചാപ്റ്റർ വൈസോ നിങ്ങളുടെ അനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.